നമസ്കാരം. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിനോദ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് കൊച്ചുകുട്ടികൾ പോലും ഒരൊറ്റ ഉത്തരമേ പറയൂ. അത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ്. രാജ്യത്ത് ഒരു മികച്ച കോമഡി ഷോയുടെ കുറവ് പരിഹരിക്കാൻ കോൺഗ്രസിന്റെ യുവരാജാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രകടനങ്ങൾ കണ്ടാൽ ശരിക്കും അത്ഭുതവും അതേസമയം ചിരിയും സഹതാപവും വരും. ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന ഇപ്പോഴും പ്രധാനമന്ത്രി പദവി സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു നേതാവ് എങ്ങനെയാണ് ജനങ്ങൾക്ക് മുന്നിൽ സ്വയം പരിഹാസ്യനാകുന്നത് എന്നതിന്റെ പുതിയ ഉദാഹരണങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ ഗൗരവത്തോടെയുള്ള ഇടപെടലുകൾ നടത്തേണ്ടതിനു പകരം ജനങ്ങളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഹസനങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് രാജ്യത്തുടനീളം കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ അദ്ദേഹം നടത്തിയ ഒരു വലിയ പ്രഹസനമുണ്ട്. ഒരു സംസ്ഥാനത്തെ കോൺഗ്രസ് സംവിധാനം മുഴുവൻ എങ്ങനെയാണ് ഒരു വേദിയിൽ വെച്ച് സ്വയം അപഹാസ്യരാകുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു അത്. ഈ കോമാളിത്തരങ്ങളൊക്കെ കണ്ടിട്ടും ഇനിയും ഈ പാർട്ടിയെ വിശ്വസിക്കാൻ ആളുകളുണ്ടല്ലോ എന്നോർക്കുമ്പോഴാണ് ശരിക്കും സഹതാപം തോന്നുന്നത്. രാഹുൽ ഗാന്ധി എവിടെ പോയാലും അവിടെയെല്ലാം ഇത്തരം വലിയ പൊട്ടിത്തെറികളും അബദ്ധങ്ങളും ഉണ്ടാകുന്നത് യാദൃശ്ചികമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജന്മസിദ്ധമായ കഴിവാണെന്ന് കൂടി പറയേണ്ടി വരും. കോൺഗ്രസ് നേതാക്കളുടെ ഒരു വലിയ തള്ളലുണ്ടായിരുന്നു. പരിപാടിക്ക് 2.5 ലക്ഷം യുവാക്കൾ രജിസ്റ്റർ ചെയ്തു എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ വേദിയിൽ എത്തിയത് വെറും 8,000 പേർ മാത്രമാണ്. അത് പോട്ടേന്ന് വെക്കാം. ഈ 8,000 പേരിൽ എവിടെയാണ് സുഹൃത്തുക്കളെ യുവാക്കൾ? മുന്നിലിരിക്കുന്നതൊക്കെ മധ്യവയസ്കരായ അമ്മാവന്മാരും പ്രായമായവരും. കോൺഗ്രസിന്റെ ഡിക്ഷണറിയിൽ 60 വയസ്സുള്ളവരാണല്ലോ ഇപ്പോഴത്തെ യൂത്ത്. യുവാക്കൾക്കൊന്നും ഇപ്പോൾ കോൺഗ്രസിനെ കാണാൻ പോലും താല്പര്യമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു ആ ഒഴിഞ്ഞ കസേരകൾ. രാജ്യത്തെ യുവതലമുറയ്ക്ക് പുതിയ ഇന്ത്യയുടെ വികസന കാഴ്ചപ്പാടുകളോടാണ് താല്പര്യം, അല്ലാതെ കാലഹരണപ്പെട്ട ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളോടല്ല എന്ന് കോൺഗ്രസ് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ജനങ്ങളെ അണിനിരത്താൻ കഴിയാത്ത ഒരു നേതൃത്വം എങ്ങനെയാണ് വരാനിരിക്കുന്ന വലിയ ജനാധിപത്യ പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കുക എന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. രാഷ്ട്രീയത്തിൽ അണികളെ കൂടെ നിർത്താൻ സാധിക്കാതെ പോകുന്ന ഒരു പാർട്ടിയുടെ തകർച്ച ഇതിലും വലുതായി കാണിച്ചു തരാൻ കഴിയില്ല. ഇത്തരത്തിൽ പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി കോൺഗ്രസ് ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലേക്ക് വരാം. ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹം അവിടെ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കേട്ടുനിന്ന ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല എന്ന് വേണം പറയാൻ. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് പോലും മനസ്സിലാകാത്ത ആശയങ്ങൾ അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ മനസ്സിലാക്കിക്കാനാണ്? ഇതിലും വലിയ തമാശ വരുന്നത് പ്രസംഗത്തിന്റെ നടുവിലാണ്. ഉത്തരാഖണ്ഡിലെ BJP സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഒരു വജ്രായുധം അങ്ങോട്ട് പുറത്തെടുത്തു. സംസ്ഥാനത്തെ പട്വാരി ഇൻസ്പെക്ടർ റിക്രൂട്ട്മെന്റ് അഴിമതികളെക്കുറിച്ച് അദ്ദേഹം വലിയ വായിൽ ആഞ്ഞടിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി ഈ നെഞ്ചത്തടിച്ച് വിമർശിച്ച 2 അഴിമതികളും നടന്നത് ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് സർക്കാരിന്റെ തണലിലായിരുന്നു എന്നതാണ് സത്യം. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നറിയാമോ? പട്വാരി നിയമന പരീക്ഷയിലും സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെന്റിലും വലിയ ക്രമക്കേടുകളാണ് കോൺഗ്രസ് ഭരണകാലത്ത് നടന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി പരീക്ഷാ പേപ്പറുകൾ ചോർത്തിയും റാങ്ക് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ച് സ്വന്തക്കാരെ കുത്തിനിറയ്ക്കാനും കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുകയായിരുന്നു. അർഹതയുള്ള ആയിരക്കണക്കിന് യുവാക്കളുടെ അവസരമാണ് അന്ന് കോൺഗ്രസ് സർക്കാർ തട്ടിയെടുത്തത്. സ്വന്തം പാർട്ടിയുടെ കാലത്ത് നടന്ന ഈ നെറികെട്ട അഴിമതികൾ എടുത്തിട്ട് നിലവിലെ സർക്കാരിനെ വിമർശിക്കാൻ എന്തുമാത്രം തൊലിക്കെട്ടി വേണം ഇവർക്ക്? അതോ ഇതൊന്നും ആരും അദ്ദേഹത്തിന് എഴുതി കൊടുത്തില്ലേ? അതോ എഴുതി കൊടുത്തത് വായിക്കുമ്പോൾ അതിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഈ പറയുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കില്ലേ? സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ചരിത്രപരമായ സെൽഫ് ഗോൾ കണ്ട് ചിരിച്ചു മരിക്കുകയാണ്. സ്വന്തം സർക്കാരിന്റെ കാലത്തെ അഴിമതികൾ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് സ്വയം നാണം കെടുന്ന ലോകത്തിലെ ഏക നേതാവ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മാത്രമായിരിക്കും. ഒരു നേതാവിന് സ്വന്തം പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ചും മുൻകാല ഭരണത്തെക്കുറിച്ചും ഇത്രയും അറിവില്ലായ്മ ഉണ്ടാകുന്നത് രാജ്യത്തിന് തന്നെ വലിയ അപമാനമാണ് വരുത്തിവെക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം നടപടികൾ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ വിലയിരുത്തുക തന്നെ ചെയ്യും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് കാമ്പുള്ള വിമർശനങ്ങളാണ്, അല്ലാതെ സ്വന്തം പരാജയങ്ങൾ വിളംബരം ചെയ്യുന്ന പ്രഹസനങ്ങളല്ല. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രസംഗങ്ങൾ അവരുടെ രാഷ്ട്രീയ അജ്ഞതയാണ് തുറന്നു കാട്ടുന്നത്. ഒരു വശത്ത് രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിയെ നാണം കെടുത്തുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് നേതാക്കളുടെ വക വേറൊരു കലാപരിപാടി കൂടി നടക്കുന്നുണ്ടായിരുന്നു. ന്യൂനപക്ഷ വകുപ്പിന്റെ പരിപാടി എന്ന പേരിൽ അവിടെ നടന്നത് വലിയൊരു ഡാൻസ് ബാർ മോഡൽ പരിപാടിയാണ്. പഞ്ചാബി പോപ്പ് ഗായിക ജാസ്മിൻ സാൻഡ്ലസിന്റെ പാട്ടും ഡാൻസും. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അവിടെ DJ ഡാൻസ് കളിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ് ഈ കോൺഗ്രസ്സുകാർ. രാജ്യത്തെക്കുറിച്ച് യാതൊരു ഗൗരവവുമില്ലാത്ത ഒരു നേതാവ് വേദിയിൽ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നു.
താഴെ നേതാക്കന്മാർ മദ്യപാനത്തിന്റെ പാട്ടിന് താളത്തിൽ ഡാൻസ് ചെയ്യുന്നു. ഇതാണോ കോൺഗ്രസ് പറയുന്ന ഈ വികസനം? ഇതാണോ അവർ രാജ്യത്തെ യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം? രാഷ്ട്രീയത്തെ ഒരു വിനോദോപാധിയായി മാത്രം കാണുന്ന ഇവർക്ക് എങ്ങനെയാണ് ജനങ്ങളുടെ വേദനകൾ മനസ്സിലാക്കാൻ സാധിക്കുക? ഗൗരവമേറിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കേണ്ട വേദികളിലാണ് ഇത്തരത്തിൽ ആർഭാടങ്ങളും ഡാൻസ് പാർട്ടികളും അരങ്ങേറുന്നത് എന്നത് ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ്. അച്ചടക്കമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജീർണതയാണ് ഇതിലൂടെ പരസ്യമായി തെളിയിക്കപ്പെടുന്നത്. ജനങ്ങൾക്ക് മാതൃകയാകേണ്ട നേതാക്കൾ തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് തികച്ചും അപലപനീയമാണ്. ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി അഹോരാത്രം പണിയെടുക്കുമ്പോൾ, ഓരോ ദിവസവും പുതിയ വലിയ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ, കോൺഗ്രസ് ഇന്നും ഇത്തരം വില കുറഞ്ഞ കോമാളിത്തരങ്ങളുമായി നടക്കുകയാണ്. സ്വന്തം ചരിത്രം പോലും അറിയാതെ പ്രസംഗിക്കുക, നാവ് പിഴച്ച് അബദ്ധങ്ങൾ വിളിച്ചു പറയുക, പിന്നെ കുറച്ച് ഡാൻസും പാട്ടുമായി സമയം കളയുക. ഈ പാർട്ടിയെയാണോ നമ്മൾ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കേണ്ടത്? ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് കോൺഗ്രസും അവരുടെ യുവരാജാവും ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. സ്വന്തം കാലിലെ അഴിമതിയുടെ ചെളി കഴുകി കളഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ വിമർശിക്കാൻ. കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് വെറുമൊരു മുദ്രാവാക്യം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെയുള്ള ആവശ്യകതയാണെന്ന് രാഹുൽ ഗാന്ധി തന്റെ ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. ഓരോ പൗരനും ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. രാഷ്ട്രീയത്തെ കോമാളിയായി മാത്രം കാണുന്നവർക്കുള്ള ശക്തമായ മറുപടി വരും ദിവസങ്ങളിൽ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ശക്തവും വ്യക്തവുമായ കാഴ്ചപ്പാടുള്ള നേതൃത്വമാണ് ആവശ്യം. അഴിമതിയും കോമാളിത്തരങ്ങളും മുഖമുദ്രയാക്കിയ പാർട്ടികളെ ജനങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കില്ല. വരും തലമുറയുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ ഇത്തരം ജനവിരുദ്ധ ശക്തികളെ തുറന്നു കാട്ടേണ്ടതുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വഞ്ചനയ്ക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.